ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. ഇതെനിക്ക് റീസെൻ്റായിട്ട് ഗിഫ്റ്റ് കിട്ടിയ ഒരു ചെടിയാണ് സ്കൂളിൽ നിന്ന്. അപ്പോൾ ഇതൊന്ന് റെഡി ആക്കണമായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്, താമസിച്ചാണ് എണീറ്റത് ഓഫ് കോഴ്സ്. ആൻഡ് സ്ട്രൈറ്റ് അവേ ലഞ്ചിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടുഡേ സ്പെഷ്യൽ ഈസ് ചീരത്തോരൻ ആൻഡ് മത്തിക്കറി. അപ്പോൾ ഞാൻ ചീരത്തോരന് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. ആൻഡ് ഫോർ അരപ്പ് നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട്, പിന്നെ ചില്ലീസ് വേണം, അതുപോലെ തന്നെ ഗാർലിക് വേണം, പിന്നെ ഈ ഫെനുൽ സീഡ്സ് ഉണ്ടല്ലോ, എന്തായിരുന്നു, ജീരകം, അത് തന്നെ ജീരകം വേണം. അപ്പോൾ ഇത്രയും ഇട്ട് മിക്സി ഒരു പ്രശ്നമാണ്. അപ്പോൾ മിക്സി എന്ന് പറയുന്നത് ഇതൊരു ജ്യൂസറാണ്. ചെറിയ മിക്സിയുടെ ജാർ വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ എനിക്കിതില്ലാത്ത കാരണം ഞാൻ എങ്ങനെയൊക്കെയോ അത് അരച്ചെടുത്തു. പിന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ചീര. അപ്പോൾ ഇന്ന് ലുലു പോയപ്പോൾ നല്ല അടിപൊളി ചീര ഉണ്ട്. ഇതിനു മുമ്പ് എനിക്ക് ചീര വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമുക്കറിയാം ചീരയുടെ ഇലയിൽ ചെറിയ ചെറിയ ഹോൾസ് കാണും അല്ലേ. അപ്പോൾ അത് ഓക്കെ, കുറച്ചൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് കണ്ടതിൽ ഫുള്ള് ഹോൾസ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയില്ല. അപ്പം ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചീര കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഞാനിവിടെ കടുക് പൊട്ടിച്ചു. പിന്നെ വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വറ്റൽമുളക് ഇടുന്ന അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ട്രൈറ്റ് ആയിട്ട് ആ ചീര അങ്ങോട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം നമ്മൾ ഇളക്കുക. പിന്നെ അത് കഴിഞ്ഞ് അതൊന്ന് ജസ്റ്റ് ഒന്ന്, ഇത് പെട്ടെന്ന് വാടും, ചീരയല്ലേ, പെട്ടെന്ന് അത് വാടി കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തോട്ട് ആ അരപ്പിടുക, അടച്ചു വെക്കുക, വേവിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഉപ്പിടണം, ഉപ്പ് മുഖ്യം. പിന്നെ സത്യത്തിൽ ഞാൻ വീഡിയോയിലും കൂടെ നോക്കിയായിരുന്നു ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറേ എന്തൊക്കെയോ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തിക്കറിയാണ്. മത്തിക്കറിക്ക് വേണ്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് വറുത്തു. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇടാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് അല്ല, ഞാൻ ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം ഇച്ചിരി അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇളക്കുന്ന സമയത്ത് ഞാൻ തീ കുറച്ച് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കരിഞ്ഞ് പോവുകയേ ചെയ്യരുത്.
ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരണം, കരിയരുത്. മൂത്ത് വന്നതിന് ശേഷം ചതച്ച് വെച്ചേക്കുന്ന കൊച്ചുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ കൊച്ചുള്ളി ചതച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഒരു 12 കൊച്ചുള്ളി ഉണ്ടായിരുന്നു. എനിക്ക് ഇച്ചിരി കൊച്ചുള്ളി ഇച്ചിരി തോനെ ഇടണം. കാരണം ഇത് നമ്മൾ എന്താ ഈ മുളകിട്ട് വെക്കുന്നതെന്ന് പറയത്തില്ലേ, അതുപോലത്തെ കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് സാധാരണ ഞാൻ ആദ്യമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുക്കിംഗ് അറിയത്തില്ലായിരുന്നു. ഈവൻ നൗ ഞാനൊരു എക്സ്പേർട്ട് ഒന്നുമല്ല. പക്ഷെ നേരത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഒത്തിരി ഇമ്പ്രൂവ് ആയി. അപ്പം ഈ കറിയിൽ ഈ മുളകിട്ട് വെക്കുന്നത് കാരണം ഒരു കൊഴുപ്പ് കിട്ടത്തില്ല, ഇങ്ങനെ വെള്ളം പോലെ കിടക്കത്തില്ലേ. അപ്പോൾ അതിന് ഈ ഇച്ചിരി ഒരു കൊഴുപ്പ് കിട്ടാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കൊച്ചുള്ളി. അപ്പോൾ കൊച്ചുള്ളി നമ്മൾ ഇച്ചിരി അധികം ഇടുമ്പോഴത്തേക്ക് കറി നല്ല കുറുകിയിരിക്കും. ഞാൻ ആദ്യമൊക്കെ മുളകിട്ട് വെക്കുമ്പോഴത്തേക്ക് ഒരുമാതിരിയില്ല വെള്ളം പോലെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത് പിന്നെ ഞാൻ തനിയെ പഠിച്ചെടുത്തതാണത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ മുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഇട്ടില്ല, ഇടാൻ ഞാൻ മറന്നുപോയി. പിന്നാണ് ഓർക്കുന്നത്. അത് കാരണം കുറച്ച് കഴിഞ്ഞാണ് ഞാൻ മുളക് ഇട്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഒത്തിരി അങ്ങ് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പം എന്നാൽ ഇച്ചിരി ആ ഒരു കളറും വേണം. അത് കാരണം കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തുറന്ന് ഇട്ടത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം ഇത് എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞത് ഇത് ഒരു ഇച്ചിരി മൂക്കണം, എന്ന് വെച്ചാൽ കരിയരുത്, മൂക്കണം. കണ്ടില്ലേ, ഞാൻ ഇപ്പോഴാണ് ചില്ലി ഇട്ടത്. കാരണം ഞാൻ അപ്പോഴായിരുന്നു ചില്ലിയെ പറ്റി ആലോചിച്ചത്. ചില്ലിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇടാൻ മറന്നുപോയി. ഈ പാൻ ആക്ച്വലി നോൺ സ്റ്റിക്ക് അല്ല, അപ്പം അത് കാരണമാണ് അടിക്ക് ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കരുത്, നോൺ സ്റ്റിക്ക് നല്ലതല്ല എന്നൊക്കെ ഇങ്ങനൊരു എവിടെയൊക്കെ ഞാൻ കേട്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ലുലുവിൽ പോയി വാങ്ങിച്ചതാണ്. നല്ലൊരു പാനാണ്. ഇതിൻ്റെ ഒരു 3-4 സെറ്റ് കൂടി വരുന്നതായിരുന്നു. നല്ലൊരു പാനാണ്. അപ്പോൾ അടിക്കൊക്കെ ഇത് ഇച്ചിരി പിടിക്കുമെങ്കിൽ പോലും ഇത് കരിയത്തില്ല. അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിക്കോളും. പിന്നെ ഞാൻ ഇതിനകത്ത് പിഴുപുളിയാണ് ചേർക്കുന്നത്. പിഴുപുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിന് അളവൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. എനിക്ക് ആകപ്പാടെ ഒരു 7 മത്തി എന്തോ ഉള്ളായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് കുറവാണെന്ന് തോന്നിയത് കാരണം ഞാനൊരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം തന്നെ ആ കറി അത്യാവശ്യം കുറുകി തന്നെ ഇരിക്കുവാണ്. പിന്നെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഷോ ആയ മത്തി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മത്തി നല്ല നല്ല മത്തിയായിരുന്നു, നല്ല വലിയ മത്തിയായിരുന്നു. മുള്ളൻ മത്തി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ മത്തിയായിരുന്നു ഇത്. അപ്പം നമ്മൾ ആ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു വെള്ളം ഒക്കെ ഒഴിച്ചായിരുന്നല്ലോ, അപ്പം അതൊക്കെ നല്ലോണം ഇതിനകത്ത് കിടന്ന് നല്ലോണം തിളച്ച് മറിഞ്ഞതിന് ശേഷമാണ് ഈ മത്തി ആഡ് ചെയ്ത് ഞാൻ കൊടുത്തത്. എന്നിട്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കുവാണ്. മത്തി നല്ലോണം വെന്ത് അടിപൊളി സെറ്റായിട്ടുണ്ട്. അങ്ങനെ ലഞ്ചിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ചീരത്തോരൻ അടിപൊളി, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ മത്തിക്കറി ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ചോറ്. ഞാൻ ഇച്ചിരി ഒരു നാരങ്ങ സൈഡിൽ ഇങ്ങനെ കണ്ടില്ലേ വെച്ചിട്ടുണ്ട്. എനിക്കൊരു പൊടി എന്ന് പറഞ്ഞ് എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് കുറേ നേരം റെസ്റ്റ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിചാരിച്ചു കുറച്ച് നേരം ഇച്ചിരി ഷട്ടിൽ കളിക്കാമെന്ന്. അങ്ങനെ പുറത്ത് വന്നതാണ് ഷട്ടിൽ കളിക്കാൻ. ഐ തിങ്ക് ഒരു
6:30 എങ്കിലും ആയി കാണും വന്നപ്പോൾ. കുറച്ച് സമയം അത് കാരണം കളിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, ഷെഡിൽ കളിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. So this is the next day and I'm doing my skincare. So ഇന്ന് ഈദാണ്. സോ ഈദ് മുബാറക്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് കുക്കിംഗ് ഒന്നും ഇല്ല. ഇന്ന് നമ്മളുടെ കുറച്ച് ചേട്ടന്മാരുടെ അടുത്ത് അവർ ബിരിയാണി വെക്കുന്നുണ്ട്. അപ്പം ആ ബിരിയാണി കിട്ടും. സോ അത് കാരണം രാവിലെ തന്നെ എണീറ്റ് കുളിച്ചു. പിന്നെ ഇത് കിക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മിസലാർ വാട്ടറാണ്. അത് വെച്ച് മുഖം നല്ലോണം വൈപ്പ് ചെയ്യും ഞാൻ എപ്പോഴും. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സ്കിൻ കെയറിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ ഓൾറെഡി ഫേസ് ക്ലെൻസ് ചെയ്തു, ഫേസ് വാഷ് ഇട്ട് കഴുകി. എന്നാലും ഞാനിത് ചെയ്യും. കാരണം ഇത് ചെയ്യുമ്പോഴേ എനിക്ക് നല്ലോണം ഫേസ് വൃത്തിയായിട്ടുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് കിട്ടും. പിന്നെ ഇത് പോൺസിന്റെ ഒരു നയസിനമൈഡ് ആണ്. ഇതെന്റെ ഫ്രണ്ടാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവളുടെ സ്കിന്നിൽ ആ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നെന്ന്. സോ ഐ എം ട്രൈയിങ് ഇറ്റ്. ഐ തിങ്ക് ഒരു 1 വീക്കായിട്ട് ട്രൈ ചെയ്യാണ്. സോ ഫാർ സോ ഗുഡ്. പിന്നെ ഇത് എൻ്റെ മോയ്സ്ചറൈസർ ആണ് അവീൻ്റെ. ഇതൊരു 1 ഇയർ എങ്കിലും ആയി കാണും വാങ്ങിച്ചിട്ട്. ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞു കേട്ടോ. നല്ല നല്ല പ്രൈസ് ഉള്ള ഒരു സാധനമാണ്. പക്ഷെ എൻ്റെ മുഖത്ത് ഈ ചെറിയൊരു ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിച്ചത് എൻ്റെ മൂക്കിൻ്റെ അടുത്തായിട്ടൊരു ഇങ്ങനെ പൊരിഞ്ഞ് ഇങ്ങനെ വരുന്നൊരിതുണ്ട്. അപ്പോൾ അതെനിക്ക് നല്ല മോയ്സ്ചറൈസർ ഇട്ടാലേ അത് ശരിയാവത്തുള്ളൂ. അപ്പം അത് ഇപ്പം ഈ അവീൻ്റെ മോയ്സ്ചറൈസർ ഒരു മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഇത് ഓഫ് കോഴ്സ് ബാത്ത് ആൻഡ് ബോഡിയുടെ മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഡിസംബറിൽ എന്തോ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ എൻ്റെ കൈയാണ് ഞാനിപ്പോൾ കാണിക്കാൻ ശ്രമിക്കുന്നത്. അതായത് അത് വാച്ച് ഇടുന്നതിൻ്റെ ആ ഒരു പാടാണ്. അപ്പം അതാണ് എൻ്റെ ഒറിജിനൽ കളർ. പക്ഷേ ഇവിടുത്തെ വെയിലെന്ന് പറയുന്നത് അത്രയ്ക്ക് വെയിലാണ്. ഇച്ചിരി എനിക്ക് തോന്നുന്ന ഒരു 5 മിനിറ്റ്സ് നിന്നാലേ നല്ലോണം ടാൻ ആവും. അങ്ങനത്തെ വെയിലാണ്. അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫുഡ് എത്തി. അപ്പോൾ ഇത് ആയിരുന്നു വാഴയിലക്കകത്തൊക്കെ പോയി. ഒന്നും പറയാനില്ല. സാധാരണ എനിക്ക് ഐ വുഡ് റാദർ പ്രിഫർ ദിസ് ചിക്കൻ ബിരിയാണി ഇൻസ്റ്റെഡ് ഓഫ് ബീഫ്. പക്ഷെ ഇത് ബീഫ് ബിരിയാണി ആയിരുന്നു. അപ്പം അയ്യോ ബീഫായിരുന്നോ എന്നൊക്കെ തോന്നി. പക്ഷെ കഴിച്ചപ്പം ഒരു രക്ഷയില്ലായിരുന്നെന്ന് വെച്ചാൽ, ഇപ്പം പറയാനാണെങ്കിൽ ഇവിടുത്തെ നല്ല ഫേമസ് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഹോട്ടൽസിലൊക്കെ പോയിട്ട്, പ്രത്യേകിച്ച് മലയാളി ഹോട്ടൽസിൽ പകുതി മുക്കാലും എല്ലായിടത്തുനിന്നും ആഹാരം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു രക്ഷയില്ലായിരുന്നു. അത് വീട്ടിൽ വെച്ചതിന് ഇത്രയും ടേസ്റ്റോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചു. എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു യൂട്യൂബർ ഉണ്ട്. അവരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോസിൽ. ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത് കഴിച്ചു. കാരണം രാവിലെ തൊട്ടേ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ സ്പെഷ്യൽ ബിരിയാണിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മസാലയൊക്കെ ഇട്ട് ആ ഒരു ചോറിട്ട് കുഴച്ച്, നട്ട്സും കിട്ടി, നട്ട്സും ഇരിക്കട്ടെ, അതുപോലെ ഇച്ചിരി പപ്പടം പൊട്ടിച്ചങ്ങോട്ട് വെച്ച്, ഇച്ചിരി സാലഡും എടുത്ത്, ഇച്ചിരി നാരങ്ങ അച്ചാറും ഇച്ചിരി എടുത്ത്, എല്ലാം കൂടി ഇട്ടൊന്ന് ആ വാഴയിലക്കകത്തിട്ടിങ്ങനെ പെരട്ടി എല്ലാം ഇങ്ങനെ കുഴച്ചിങ്ങനെ എടുക്കുമ്പോൾ സ്വർഗം. അന്യായ ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഒരു ഡെസേർട്ടാണ്. സംഭവം എന്താണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായില്ല. ഐ തിങ്ക് കൈൻഡ് ഓഫ് ഫലൂഡ, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാൻ തോന്നുന്നു. അങ്ങനത്തെ ഒരു ഡെസേർട്ടാണ്. അത് ആക്ച്വലി ഞങ്ങളുടെ ഇക്കയുടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അവിടുന്ന് ബിരിയാണി ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കഴിക്കാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ഈ ബിരിയാണി കഴിച്ചു. അങ്ങനെ 2 ബിരിയാണി കിട്ടി ഇന്ന്. ഇത് നല്ലതായിരുന്നു കേട്ടോ.
നല്ല ടേസ്റ്റുള്ള ഒരു സാധനമായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ നല്ലതായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം നല്ലൊരു ഉറക്കം പാസ്സാക്കി. ഞാൻ പകൽ ഉറങ്ങാത്ത ഒരു വ്യക്തിയാണ്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബിരിയാണി കഴിച്ചതിന്റെ ക്ഷീണമായിരിക്കണം ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ടൈമിൽ നിന്ന് ഞാനൊരു ബോബ ഓർഡർ ചെയ്തു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ബോബ. അപ്പോൾ അങ്ങനെ ബോബ ഓർഡർ ചെയ്തു. ഇതൊരു വാട്ടർമെലോണിന്റെ ഫ്ലേവർ ഉള്ള ഒരെണ്ണമാണ്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ഫേമസ് ഒരു ബോബ ടീ ആണ്. അപ്പോൾ അത് ഓർഡർ ചെയ്തു. വാട്ടർമെലോൺ ആകുമ്പം എനിക്ക് എന്തായാലും വാട്ടർമെലോൺ ഇഷ്ടമാണ്. സോ അതിന്റെ ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് അറിയാം. ഒരു സേഫ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇത് കുത്തി കുത്തി പൊട്ടിച്ചു. അങ്ങനെ മൊത്തം ഇവിടെ മൊത്തം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും കുറച്ചൊക്കെ പുറത്തു പോയി. അത് ഞാൻ തന്നെ തുടച്ചു. എന്നിട്ട് ഞാനത് കുടിച്ചു നോക്കി. അതിന്റെ ടേസ്റ്റ് ഓക്കെ ആയിരുന്നു. ആക്ച്വലി എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സ് ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും ഇത് നോട്ട് ബാഡ്. നമുക്ക് അത്യാവശ്യം ട്രൈ ചെയ്യാവുന്നതായിരുന്നു. അങ്ങനെ അത്രേ ഉള്ളൂ. വീക്കെൻഡ് അങ്ങനെ ഒരു ബോബ ടീൽ അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.